അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം നമ്മൾ സുജൂദിലായിരിക്കുമ്പോഴാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ അത് നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. നമുക്കറിയാം, പള്ളികൾക്ക് നമ്മൾ അറബിയിൽ മസ്ജിദ് എന്ന് പറയും. സത്യത്തിൽ ആ പ്രയോഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? മസ്ജിദ് എന്ന് പറയാൻ അറബി ഭാഷ പ്രകാരം മസ്ജിദ് എന്ന് പറഞ്ഞാൽ അത് ഇസ്മ മക്കാനാണ്, അതായത് സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്നാണ്. സത്യത്തിൽ സുജൂദ് മാത്രമല്ലല്ലോ, പള്ളിയിൽ നിസ്കാരം ഉൾപ്പെടെയുള്ള റുക്കൂ ഇഅ്തിദാൽ അടങ്ങുന്ന നിസ്കാരം ഉൾപ്പെടെയുള്ള മറ്റൊരുപാട് ഇബാദത്തുകൾ, ഖുർആനോത്ത്, ദിക്ർ, സ്വലാത്ത്, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പള്ളിയിൽ വെച്ച് നടക്കുന്നു. പക്ഷെ എന്നിട്ടും പള്ളിക്ക് പേര് അറബിയിൽ പ്രയോഗം മസ്ജിദ് എന്നാണ്. സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്നർത്ഥം വരുന്ന മസ്ജിദ് എന്ന പ്രയോഗമാണ് പള്ളിക്ക് പറയപ്പെടുന്നത്. അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, സുജൂദ് എന്ന് പറയുന്ന ആ ഒരു മഹത്തായ ഇബാദത്തിന്റെ ഒരു മഹത്വമാണ്. മാത്രമല്ല, നമുക്കറിയാം, മഹാനായ ആദം നബി അലൈഹിസ്സലാം മലക്കുകൾക്ക് എല്ലാ വസ്തുക്കളെ കുറിച്ചും അതിന്റെ പേരുകളും അതിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം പറഞ്ഞു കൊടുക്കുകയും എന്നിട്ട് ഗുരുവായ ആദം അലൈഹിസ്സലാമിനോട് ഒരു ബഹുമാനത്തിന്റെ സുജൂദ്, ആദരവിന്റെ സുജൂദ് ചെയ്യാൻ വേണ്ടി അള്ളാഹു തആല കൽപ്പിക്കുകയും ചെയ്ത സംഭവം ഖുർആനിലുണ്ട്. നമ്മൾക്കൊക്കെ അറിയുന്ന ചരിത്രമാണ്. അവിടെ മലക്കുകളോട് പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വ തആല സുജൂദ് ചെയ്യാനാണ്. ആദരവിന്റെ ഒരു സുജൂദാണ് അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹി സ്വലാമിന് വേണ്ടി ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഇവിടെയൊക്കെ സുജൂദിന്റെ മഹത്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല ഹദീസുകളിലും പവിത്രമായ ബന്ധമായി പഠിപ്പിക്കുന്ന ഭാര്യ ഭർത്തൃ ബന്ധം, ദാമ്പത്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറയുന്നുണ്ടല്ലോ, സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിൽ ഭാര്യ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാകുന്നത്, ആ ഒരു കടമയിൽ, ആ ഒരു പവിത്രമായ ബന്ധത്തിൽ സുജൂദ് എന്ന് പറയുന്ന ആ ഒരു മഹത്തായ കാര്യത്തിന്റെ, മഹത്തായ കർമ്മത്തിന്റെ മഹത്വം കൂടിയാണ്. ആ ഭാര്യ ഭർത്തൃ പവിത്രമായ ബന്ധത്തിന് പുറമെ സുജൂദ് എന്ന് പറയുന്ന ഒരു മഹത്തായ ഒരു കർമ്മത്തിന്റെ പ്രാധാന്യം കൂടിയാണ് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മൾ അറിയിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊക്കെ സുജൂദിലായി ദുആ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊക്കെ ഒരുപാട് ഉത്തരം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടിമ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹദീസിലൂടെ പറയുമ്പോൾ ഇവിടെയൊക്കെ സുജൂദിന്റെ ഒരു മഹത്വമാണ് നമുക്ക് മനസ്സിലാകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആത്മാർത്ഥമായി അള്ളാഹുവിന് സുജൂദ് ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.